ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു I4CUT ട്രാക്ക്. സോ ഇന്നത്തെ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. എന്താണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്? അതായത് നമ്മൾ ബാങ്കിൽ ഒരു നിശ്ചിത സംഖ്യ നിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ നമ്മൾ ലോൺ എടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ബാങ്കുകാർ നമുക്ക് ഇൻട്രസ്റ്റ് ഈടാക്കൂലേ? ആ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്തായിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രൂപത്തിലായിരിക്കും ആ ഇൻട്രസ്റ്റ് ഈടാക്കുന്നത്. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ PNR ഡിവൈഡഡ് ബൈ 100 എന്നതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതിൽ P എന്ന് പറയുന്നത് എന്താ? SI എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, ദെൻ P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അതായത് നമ്മൾ നിക്ഷേപിച്ച തുക അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത തുക, ആ ഒരു തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് N എന്ന് പറഞ്ഞാൽ. ദെൻ R എന്ന് പറഞ്ഞാൽ റേറ്റ് പെർ ആനം. അതായത് നമുക്ക് ഈ ഇൻട്രസ്റ്റ് വരുന്നത് ഒരു നിശ്ചിത റേറ്റിലായിരിക്കും അവർ ഈടാക്കുന്നത്. ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? R എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനിൽ. സോ SI കാണാനുള്ള ഇക്വേഷൻ PNR ഡിവൈഡഡ് ബൈ 100 ആണ്. ഓക്കെ, ദെൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ദെൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ തിരിച്ചടയ്ക്കേണ്ട ആകെ തുകയാണ് നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മൾ 1000 രൂപ നമ്മൾ ലോൺ എടുത്തു എന്ന് വെച്ചോ. 1000 രൂപ ലോൺ എടുത്താൽ നമ്മൾ തിരിച്ചടയ്ക്കുന്ന സമയത്ത് 1000 മാത്രം തിരിച്ചടച്ചാൽ പോരാ, 1000 പ്ലസ് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഓക്കെ, 1000 പ്ലസ് ഇൻട്രസ്റ്റ് അടയ്ക്കണം. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിലാണെങ്കിൽ ആകെ തിരിച്ചടക്കേണ്ട തുക എമൗണ്ട് എന്നാണ് നമ്മൾ പറയട്ടോ, എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ആകെ തിരിച്ചടക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ, അതായത് നമ്മൾ ലോൺ എടുത്ത അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച തുക പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു SI പ്ലസ് P ആണ്. ഓക്കെ, ദെൻ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ആണെന്ന് വെച്ചോ, 1000 ആണ്. ദെൻ റേറ്റ് എന്ന് പറയുന്നത് 10% റേറ്റ് പെർ ആനത്തിലാണ് നമ്മൾ ആ 1000 രൂപ ലോൺ എടുത്തത്. ഓക്കെ, അപ്പൊ 1000 രൂപയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട്. ദെൻ 1000 രൂപ എത്ര റേറ്റിലാണ് എടുത്തത്? എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണ്? 10% ആണ്. അപ്പൊ 1000 രൂപയ്ക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1000 രൂപയുടെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കൊല്ലം അയാൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. റേറ്റ് പെർ ആനം ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ കൊല്ലം അയാൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് 100 ആയിരിക്കും. സോ ആ ഒരു കൊല്ലം ആ കൊല്ലത്തിന്റെ ലാസ്റ്റ് അയാൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് വരുന്ന ആകെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1100 രൂപയായിരിക്കും അയാൾ തിരിച്ചടയ്ക്കേണ്ടത്. ദെൻ ആദ്യത്തെ കൊല്ലം അയാൾ തിരിച്ചടച്ചില്ല, രണ്ടാമത്തെ കൊല്ലവും അയാളുടെ കയ്യിൽ ആ പണം ഉണ്ട്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കൊല്ലാണ് അയാൾ തിരിച്ചടയ്ക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും എമൗണ്ട് വരിക? തിരിച്ചടയ്ക്കേണ്ട തുക. അതായത് രണ്ടാമത്തെ കൊല്ലം അയാളെ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ആണ്. ദെൻ ഇൻട്രസ്റ്റ് വരുന്നതും എന്തായിരിക്കും? 100 രൂപ തന്നെ ആയിരിക്കും. ദെൻ അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഒന്നാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ് പ്ലസ് രണ്ടാമത്തെ കൊല്ലത്തെ ഇൻട്രസ്റ്റ്, അതായത് 1200 രൂപ തിരിച്ചടയ്ക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ രൂപം വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ എൻ എമൗണ്ട് ഓഫ് 22,000 ഇൻ 8 months അറ്റ് 8 × 1/4% പെർ ആനം? ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്? അയാൾ വാട്ട് വിൽ ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ എൻ എമൗണ്ട് ഓഫ് 22,000. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 22,000 ആണ്. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, PNR ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. PNR ഡിവൈഡഡ് ബൈ 100 ആണ്. ദെൻ എന്താണ്? നമുക്ക് ഇവിടെ P അറിയാം, 22,000 ആണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് N എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് മന്ത്സ് ആണ്. സോ അതിനെ നമുക്ക് ഇയറിലേക്ക് മാറ്റണം. എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ഇയറിൽ എത്ര മന്ത്സ് ഉണ്ട്? 12 മന്ത്സ് ആണുള്ളത്. സോ 8 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സ്, അങ്ങനെ മന്ത്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ അത് ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് ഇയറിലോട്ട് മാറ്റാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 8/12 ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് റേറ്റ് തന്നിട്ടുള്ളത് 8/1/4 ആണ് തന്നിട്ടുള്ളത്. അതിന് നമ്മൾ ഒരൊറ്റ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. അതായത് ഇതെങ്ങനെ ഒരു ഫ്രാക്ഷനിലോട്ട് മാറ്റാന്ന് വെച്ചാൽ 4 × 8 + 1/4, അതായത് 8 × 4 എന്ന് പറയുമ്പോൾ 32 അല്ലേ? 32 + 1 എന്ന് പറയുമ്പോൾ 33
ഡിവൈഡഡ് ബൈ 4. അപ്പൊ നമുക്ക് പി എന്നും ആറും അറിയാം. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം. ദെൻ 22,000 into 8/12 into 33/4 ഡിവൈഡഡ് ബൈ 100. 0 0 0 0 കട്ട് ചെയ്യാം. ദെൻ എന്താണ്? ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ 2 4 ഉണ്ട്. ദെൻ 220 33 into 2 എന്ന് പറയുമ്പോൾ 66/12. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1210 എന്ന് കിട്ടും. അപ്പൊ 1210 നമ്മൾ എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട എന്താന്ന് വെച്ചാൽ മന്ത്സ് ആണ് തന്നതെങ്കിൽ അതിനെ ഇയറിലോട്ട് മാറ്റണമെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Then next question നോക്കാം. A sum of Rs 12,500 amount to Rs 15,500 in 4 years at the rate of simple interest. What will be the rate of interest? So a sum of 12,500. അപ്പൊ എന്താണ് പ്രിൻസിപ്പൽ എമൗണ്ട്? 12,500 ആണ്. ആ 12,500 4 ഇയേഴ്സ് ആയപ്പോഴേക്ക്, 4 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് n is equal to 4 ആണ്. 12,500 4 ഇയേഴ്സ് ആയപ്പോഴേക്ക് 15,500 ആയി. 15,500 ആയി. അതായത് ഇപ്പോ 12,500 ആണ് അയാൾ നിക്ഷേപിച്ച തുക എങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൂടി കൂടി എത്രയായി? 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്രയായി? 15,500 ആയി. അപ്പൊ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 15,500 ആണ്. എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും അറിയെങ്കിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടൂടെ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? നമുക്കറിയാം എമൗണ്ട് ഈസ് ഈക്വൽ ടു പി പ്ലസ് എസ് ഐ ആണ്. സോ എസ് ഐ ഈസ് ഈക്വൽ ടു എ മൈനസ് പി. അതായത് 15,500 മൈനസ് 12,500 അത് എത്രയായിരിക്കും? 3000 അല്ലേ? ഓക്കെ, 3000 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഇതൊക്കെ കിട്ടി. ദെൻ നമുക്ക് ആറാണ് അറിയേണ്ടത്. അപ്പൊ എസ് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡഡ് ബൈ 100 ആണ്. സോ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എസ് ഐ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി എൻ ആയിരിക്കും. സോ നമുക്കറിയാം എസ് ഐ ഇസ് ഈക്വൽ ടു 3,000 ആണ്. 3,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 12,500 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 4. ഓക്കെ, ദെൻ 3,000 ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ നിങ്ങൾക്ക് 6% കിട്ടും. ഓക്കെ, 6% ആയിരിക്കും നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ഓൾറെഡി പ്രിൻസിപ്പൽ എമൗണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ നിന്ന് എസ് ഐ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദെൻ എസ് ഐ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കാണാം, നമ്പർ ഓഫ് ഇയേഴ്സ് കാണാം, ആറും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുമ്പോൾ ചെയ്യേണ്ടത്. ദെൻ എ സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ടു Rs 815 in 3 years and to Rs 854 in 4 years. The sum is എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എത്രയായിരിക്കും? 3ാമത്തെ കൊല്ലം അയാൾ തിരിച്ചടക്കേണ്ട തുക 815 ആയിരുന്നു. അപ്പൊ 4ാമത്തെ കൊല്ലമായപ്പം അയാൾക്ക് എത്ര രൂപ തിരിച്ചടക്കേണ്ടി വന്നു? 854 രൂപ തിരിച്ചടക്കേണ്ടി വന്നു. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. 815 ആയിരുന്നു 3ാമത്തെ കൊല്ലം അയാൾ തിരിച്ചടക്കേണ്ടി വന്നിരുന്നത്. 3ാമത്തെ കൊല്ലം അയാൾ തിരിച്ചടയ്ക്കാതെ നിന്നപ്പോൾ എന്തായി? 4ാമത്തെ കൊല്ലമായപ്പം അത് എത്ര രൂപയായി? 854 രൂപയായി. അതായത് ഒരു കൊല്ലത്തെയും കൂടി സിമ്പിൾ ഇൻട്രസ്റ്റ് അതിലോട്ട് ആഡ് ആയി. അപ്പൊ എത്രയാണ് ഒരു കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? 854 മൈനസ് എത്രയായിരിക്കും? 815 ആയിരിക്കും അല്ലെ? 854 മൈനസ് 815, അതായത് 39 രൂപയാണ് ഒരു കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 3 കൊല്ലത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് എത്രയാണ്? 3 ഇയേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 39 ഇൻറ്റു 3, അതായത് 117 രൂപ അല്ലേ? സോ പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെ കാണാം? പ്രിൻസിപ്പൽ എമൗണ്ട് എങ്ങനെ കാണാം? നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു പി പ്ലസ് എസ് ഐ ആണ്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പി പ്ലസ് എസ് ഐ. സോ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു എ മൈനസ് എസ് ഐ ആണ് അല്ലെ? അപ്പൊ എമൗണ്ട് ഇൻ 3 ഇയേഴ്സ് എത്രയാണ്? എമൗണ്ട് അയാൾ തിരിച്ചടക്കേണ്ട തുക ഇൻ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് 815 രൂപയാണ്.
-3 കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 117 രൂപയാണ്. സോ 815 - 117 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും അല്ലെ. അപ്പൊ 815 - 117 എത്രയാണ്? 698 ആണ് അല്ലെ. 698 ആയിരിക്കും നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് ശ്രദ്ധിക്കുക. ഒരു 3ാമത്തെ കൊല്ലം തിരിച്ചടക്കേണ്ട തുക തന്നു, ദെൻ 4ാമത്തെ കൊല്ലം തിരിച്ചടക്കേണ്ട തുകയും തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4ാമത്തെ കൊല്ലം തിരിച്ചടക്കേണ്ട തുക മൈനസ് 3ാമത്തെ കൊല്ലം തിരിച്ചടക്കേണ്ട തുക ആയിരിക്കും കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് ബാക്കി സ്റ്റെപ്സ് ചെയ്യാം. ഓക്കെ, 4th ക്വസ്റ്റ്യൻ നോക്ക്. മിസ്റ്റർ തോമസ് ഇൻവെസ്റ്റഡ് an amount of Rs 13,900 divided into 2 different schemes A and B at the simple interest rate of 14% per annum and 11% per annum respectively. If the total amount of simple interest earned in 2 years be Rs 3,508, what was the amount invested in scheme B എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താക്കി? തോമസ് 13,900 രൂപ എന്ത് ചെയ്തു? 2 സ്കീമിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു സ്കീമിലല്ല, അയാളെടുത്ത് ആകെ എന്ത് ഉണ്ട്? 13,900 രൂപയുണ്ട്. അത് എന്ത് ചെയ്തു? സ്കീം എയിലേക്കും സ്കീം ബിയിലേക്കും ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. കുറച്ച് തുക സ്കീം എയിലേക്കും ബാക്കി തുക സ്കീം ബിയിലേക്കും ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. സ്കീം എയിലും സ്കീം ബിയിലും ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് നിരക്കിലാണ്. അതും ഒന്നാമത്തെ സ്കീം എയിൽ 14% പെർ ആനത്തിലും 2ാമത്തെ സ്കീം ബിയിൽ 11% ആനത്തിലുമാണ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായി? 2 ഇയർ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ്, ഈ 2 സ്കീമിൽ നിന്നും, 2 സ്കീം എയിലും സ്കീം ബിയിലും ഇൻവെസ്റ്റ് ചെയ്ത ആ തുകയിൽ നിന്നും അയാൾക്ക് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആകെ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3,508 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്കീം ബിയിൽ എത്ര രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ പഠിച്ച് ഈ PNR ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? നമുക്ക് സ്കീം എയില് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്കീം എ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കാം. ദെൻ സ്കീം ബിയിൽ എത്രയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? എയിൽ എക്സ് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് 13,900 രൂപയിൽ നിന്ന് എക്സ് കുറച്ചിട്ടുള്ള ആ ഒരു തുകയായിരിക്കും ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ എന്താണ്? 13,900 മൈനസ് എക്സ് ആയിരിക്കും സ്കീം ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടിനും സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയത്, ആകെ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞതാണ് 3,508 എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ഇൻ സ്കീം എ എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് പറയുന്നത് PNR ഡിവൈഡഡ് ബൈ 100 ആ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്. നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയാം 2 ഇയേഴ്സിനോണ്ടാണ് നമുക്ക് ഈ ഒരു തുക കിട്ടിയത്. അപ്പൊ ഇൻറ്റു 2 ആൻഡ് R എന്ന് പറയുന്നത് സ്കീം ആൻഡ് റേറ്റ് എന്ന് പറയുന്നത് 14% ആണ്. അപ്പൊ 14 ഡിവൈഡഡ് ബൈ 100. ദെൻ ഇതിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 13,900 മൈനസ് 6 ഇൻറ്റു 2. ഇവിടെ എന്ന് പറഞ്ഞാൽ റേറ്റ് 11 ആണ്. 11 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ഓക്കെ, ദെൻ ഈ 2 സിമ്പിൾ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 3,508 കിട്ടും. സോ നോക്കാം. അതായത് 2 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ 28x/100 ആണല്ലേ ഉണ്ടാവുക. അപ്പൊ 28x/100 പ്ലസ് ഇതെന്ന് പറയുന്നത് 13,900 മൈനസ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു 11. അതായത് 13,900 മൈനസ് എക്സ് ഇൻറ്റു 2 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ 22 എന്ന് എഴുതാം അല്ലെ. 22 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു എത്രയാണെന്നാ പറഞ്ഞത്? 3,508 ആണ്. ഓക്കെ, 3,508 ആണ്. ദെൻ 28x ഡിവൈഡഡ് ബൈ 100 പ്ലസ് 13,900 ഇൻറ്റു 22 ചെയ്താൽ 30,508 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് 22x ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു, ദെൻ ഈ 100 എന്താണ്? രണ്ടിനും കോമൺ ആണ് അല്ലേ. അപ്പൊ നമുക്ക് മുകളിൽ ഒരു പ്ലസ് ഇട്ടാൽ ഒരു 100 എഴുതിയാൽ മതി ഇല്ലേ. അപ്പൊ എന്തായിരിക്കും?
28x മൈനസ് 22x ഇസ് ഈക്വൽ ടു എന്താണ്? ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 3508 ഇൻറ്റു 00 ഇട്ടാൽ മതി അല്ലേ? മൈനസ് 30,5800 എന്ന് കിട്ടും. ദെൻ 6x ഈസ് ഈക്വൽ ടു 6x ഈസ് ഈക്വൽ ടു 45,000 രൂപയായിരിക്കും. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 45,000 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. അതായത് 7,500 രൂപ. അപ്പൊ നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 7,500 രൂപയാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും സിമ്പിൾ ഇൻട്രസ്റ്റ് കാണുക, രണ്ടും കൂടി ആഡ് ചെയ്യുക, ദെൻ എക്സിനെ കണ്ടുപിടിക്കുക. സോ എക്സ് ഈസ് ഈക്വൽ ടു 7,500 ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? വാട്ട് വാസ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്കീം ബി എന്നാ ചോദിച്ചിട്ടുള്ളത്. സ്കീം ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ്? 13,900 മൈനസ് എക്സ് ആണ് അല്ലെ? അപ്പൊ സ്കീം ബിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് 13,900 മൈനസ് എക്സ്, അതായത് 13,900 മൈനസ് 7,500 അത് എത്രയായിരിക്കും? 9 മൈനസ് 5 പറയുമ്പോൾ 4, ദെൻ 13 മൈനസ് 7 എന്ന് പറയുമ്പോൾ 6 അല്ലേ? അപ്പൊ 6,400 രൂപയാണ് അല്ലെ? യെസ്, 6,400 രൂപയാണ് എത്ര നമുക്ക് സ്കീം ബിയിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എന്ന് പറയുന്നത്. 7,500 സ്കീം എയിലും സ്കീം ബിയിൽ 6,400 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. റീമ took a loan of Rs 1,200 with simple interest for many years as the rate of interest. If she paid 432 as interest at the end of the loan period, what was the rate of the interest എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ്? റീന ഒരു ലോൺ എടുത്തു, 1,200 രൂപന്റെ ലോൺ ആണ് എടുത്തത്. ദെൻ അയാൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നിരക്കിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എന്താണ്? ആസ് മെനി ഇയേഴ്സ് ആസ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആസ് മെനി ഇയേഴ്സ് ആസ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എന്താ ചെയ്യാ നമ്മള്? റേറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സും ഈക്വൽ ആണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റേറ്റും നമ്പർ ഓഫ് ഇയേഴ്സും നമുക്ക് 6 എന്ന് പറഞ്ഞെടുക്കാം. 6 എന്ന് പറഞ്ഞെടുക്കാം. രണ്ടും ഈക്വൽ ആണ്. എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്തെങ്കിലും എക്സോ വൈയോ എന്തെങ്കിലും ആയിട്ട് എടുക്കണം. അപ്പൊ നമ്മൾ 6 എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PNR ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലെ? ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 1,200 ആണ്. 1,200 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 6 ആണ്. റേറ്റ് എന്ന് പറഞ്ഞതും 6 ആണ്. ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? ഇഫ് ഷീ പെയ്ഡ് 432 ആസ് ദി ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ലോൺ. അപ്പൊ അയാൾക്ക് ആയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 432 രൂപയാണ്. സോ എന്തായിരിക്കും? 432 ഇൻറ്റു 00 ഇൻറ്റു 12,200 ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും അല്ലെ? ദെൻ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 00 ഡിവൈഡഡ് ബൈ 12,000 ആണ്, 1,200. ദെൻ 432 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ എത്ര കിട്ടും നമുക്ക്? 36 എന്ന് കിട്ടും. ദെൻ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 ആണെങ്കിൽ ഒരു സംഖ്യയുടെ സ്ക്വയർ 36 ആണ് എന്നാ പറയുന്നത്. അപ്പൊ ആ സംഖ്യ ഏതായിരിക്കും? 6 ആയിരിക്കും. സോ ആർ ഇസ് ഈക്വൽ ടു 6% ആയിരിക്കും. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? 6% ആണ് നമ്മളെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. നമ്മളൊന്നുമല്ല ആദ്യം അറിയേണ്ടത് നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണാന്നുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് PNR ഡിവൈഡഡ് ബൈ 100. ദെൻ എമൗണ്ട് എന്ന് പറഞ്ഞത് തിരിച്ചടക്കേണ്ട തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ ബൈ ബൈ.